നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആർ ശ്രീലേഖയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ നടന്നത് നാടകീയമായ സംഭവ വികാസങ്ങൾ. സ്വന്തം തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ നിന്ന് വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. പക്ഷെ പിന്നാലെ ആർ ശ്രീലേഖ ആ വിവരം തള്ളി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളെ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു. അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് വിശദമായി നോക്കാം. മസ്കറ്റ് ഹോട്ടലിൽ വോട്ടർമാരുമായി നടത്തിയ സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി S. ജയശങ്കർ ആർ ശ്രീലേഖയുടെ പേര് പരാമർശിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ആർ ശ്രീലേഖ വേദി വിട്ടു പോയതെന്നായിരുന്നു നിഗമനം. യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത ജയശങ്കർ പേര് പറഞ്ഞതും വോട്ട് അഭ്യർത്ഥിച്ചതും നേമത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയായിരുന്നു. ആർ ശ്രീലേഖയുടെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല. ഇതിൽ അമർഷപ്പെട്ട് അല്ലെങ്കിൽ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ആർ ശ്രീലേഖ വേദി വിട്ടു പോയി എന്നായിരുന്നു കരുതിയത്. മാത്രമല്ല, പ്രവർത്തകരൊക്കെ പിന്നാലെ ചെന്ന് അനുനയിപ്പിക്കുകയും വേദിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. താൻ വേദി വിട്ടു പോയതല്ല എന്നൊരു വിശദീകരണമാണ് ആർ ശ്രീലേഖ നൽകുന്നത്. വേദി വിട്ട ശ്രീലേഖ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ G. സോമനോട് കയർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതൊന്നും അറിയാതെ ഈ സംഭവ വികാസങ്ങളൊന്നും പിന്നിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തൻ്റെ വേദിയാണ്, പ്രസംഗിക്കുകയാണ്, അതിൻ്റെ പിന്നിൽ എന്താണ് നടന്നതെന്നും അറിയാതെ പ്രസംഗം തുടരുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ശ്രീലേഖയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ച്, അല്ലെങ്കിൽ ശ്രീലേഖയ്ക്ക് കൂടി പിന്തുണ വേണം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ വേദിയിൽ ശ്രീലേഖയില്ല. സ്ഥാനാർത്ഥി എവിടെ പോയെന്ന് അദ്ദേഹം തിരക്കിയപ്പോഴാണ് ലോബിയിലുണ്ടായിരുന്ന ശ്രീലേഖയെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമൻ ഉൾപ്പെടെയുള്ളവർ അനുനയിപ്പിച്ച് തിരികെ എത്തിച്ചത്. പിന്നീട് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ച് ശ്രീലേഖയെ തിരികെ എത്തിച്ചതോടെ രംഗം ശാന്തമാവുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരെ ശ്രീലേഖ അതൃപ്തി അറിയിച്ചു എന്നാണ് വിവരം. പക്ഷേ മുൻകൂട്ടി തീരുമാനിച്ചതിൽ കൂടുതൽ പരിപാടികൾ പാർട്ടി നിർദ്ദേശിച്ചപ്പോൾ ബുദ്ധിമുട്ട് അറിയിക്കുകയായിരുന്നു എന്നാണ് ശ്രീലേഖ BJPക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിശദീകരണം. സ്ഥാനാർത്ഥിക്ക് മറ്റ് നിരവധി പരിപാടികളില്ലേ എന്നായിരുന്നു തിരുവനന്തപുരം മേയറുടെ പ്രതികരണം. ഇറങ്ങിപ്പോക്ക് നിഷേധിച്ച ശ്രീലേഖ കള്ളവാർത്ത സൃഷ്ടിക്കുന്നത് ലജ്ജാകരമാണെന്നാണ് പ്രതികരിച്ചത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥിയാണ് ആർ ശ്രീലേഖ. വേദി വിട്ട് ഇറങ്ങിയതായി വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് ഉയർന്നത്. ശ്രീലേഖയുടെ പ്രചരണാർത്ഥം ഫ്രറ്റേണിറ്റി ഓഫ് ട്രിവാൻഡ്രം പ്രൊഫഷണൽസ് മസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഗൾഫ് മേഖലയിലെ സംഘർഷത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞ ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ച S. ജയശങ്കർ വേദിയിലുണ്ടായിരുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പരാമർശിച്ചു. തുടർന്ന് പ്രസംഗം അവസാനിപ്പിച്ചു. ഈ സമയത്താണ് വേദിയിലുണ്ടായിരുന്ന ശ്രീലേഖ ഹോട്ടൽ ലോബിയിലേക്ക് ഇറങ്ങിയത്. തനിക്കൊപ്പമെത്തിയ പ്രവർത്തകരെ തിരക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം അനുനയിപ്പിച്ച് വേദിയിലേക്ക് തിരികെ എത്തി. തുടർന്ന് പ്രസംഗിച്ച ശ്രീലേഖ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച ശേഷമാണ് മടങ്ങിയത്. രാജീവ് ചന്ദ്രശേഖരനോടും മേയർ VV രാജേഷിനോടും അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നേരത്തെ ഇത്തരത്തിൽ നാടകീയമായ സംഭവ വികാസം ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ കോർപ്പറേഷനിൽ BJP അധികാരമേൽക്കുന്ന ചടങ്ങിൽ നിന്ന് അവർ പാതി വഴിയിൽ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി എത്തിയ ചടങ്ങിൽ ഒരറ്റത്തു നിന്നും മാറി നിന്നതും വലിയ ചർച്ചയായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം കൂടി പുറത്തു വരുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെ നിഷേധിക്കുകയാണ് ശ്രീലേഖ. K. സോമനുമായി ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ലോബിയിലേക്ക് മാറിയതെന്നാണ് ശ്രീലേഖ പറയുന്നത്. അദ്ദേഹം തനിക്ക് സഹോദരനെ പോലെയാണ്. സഹോദരൻ തമ്മിൽ സംസാരിച്ചുകൂടെ? സംസാരിച്ച വിഷയം എന്താണെന്ന് പുറത്തു പറയാനാകില്ല. കേന്ദ്രമന്ത്രി ജയശങ്കർ പേര് പറയാത്തതല്ല വിഷയം. മന്ത്രി പ്രസംഗത്തിനിടെ പേര് പറഞ്ഞോ ഇല്ലയോ എന്ന് പോലും താൻ ശ്രദ്ധിച്ചിട്ടില്ല. അതേപ്പറ്റി പ്രതികരിച്ചിട്ടുമില്ല. ഇത്തരം വിവാദങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ല എന്നാണ് ആർ ശ്രീലേഖ മറുപടി നൽകിയത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രചാരണത്തിന് അവസാന ഘട്ടത്തിൽ ഇത്തരം ആഭ്യന്തര അസംതൃപ്തികൾ BJPക്ക് വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, വേദി വിട്ടിറങ്ങിയ വിഷയത്തിൽ മേയർ VV രാജേഷ് പ്രതികരിച്ചിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് സ്വാഭാവികമായും നിരവധി തിരക്കുകൾ ഉണ്ടാകുമെന്നും അതുകൊണ്ടാകാം അവർ പുറത്തേക്ക് പോയതെന്നുമാണ് രാജേഷ് നൽകിയ വിശദീകരണം. ശ്രീലേഖ ഉടൻ തന്നെ തിരികെ വന്നുവെന്നും ഇതിൽ മറ്റ് അസ്വാരസ്യങ്ങളൊന്നുമില്ല എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ BJPക്കുള്ള ഭിന്നത വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ സജീവമായി തന്നെ ആ ശ്രീലേഖ ഉണ്ടായിരുന്നു. വോട്ടർമാരെ കാണുന്നു, വോട്ട് ഉറപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത്തരത്തിൽ പര്യടനമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ വളരെ ഉറച്ച വിശ്വാസത്തിലാണ്, വിജയപ്രതീക്ഷയിലാണ്. മലയാളി വാർത്തയോട് വിജയപ്രതീക്ഷയൊക്കെ പങ്കുവച്ചിരുന്നു. ആർ ശ്രീലേഖ നേരത്തെ മലയാളി വാർത്തയോട് പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക് വളരെയധികം ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. നന്ദിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എന്നിൽ കാണിച്ച ഈ വിശ്വാസത്തിന് വളരെയധികം നന്ദിയുണ്ട്.
ഇത് വളരെ ആത്മാർത്ഥമായിട്ട് എന്റെ കഴിയുന്ന നല്ല രീതിയിൽ ഞാൻ പ്രവർത്തനം നടത്തി വിജയിച്ചു വരും. അങ്ങനെയുള്ള ഒരു വലിയ ശുഭാപ്തി വിശ്വാസവും ഒക്കെ ഉണ്ട്. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? 100% വിജയപ്രതീക്ഷയാണ്. യെസ്, 100%. ജനങ്ങൾ ചോദിക്കുന്നു എന്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം? എന്താണ് മാഡത്തിന്റെ ഒരു മറുപടി? എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം? എന്തിന് LDF-ന് വോട്ട് ചെയ്യണം? ഈ അഴിമതി, കറുത്ത ഭരണം, ഇതുപോലെയുള്ള കെടുകാര്യസ്ഥത, നശീകരണം തുടർന്നു കൊണ്ടുപോകാനോ? ഇതുപോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ കാണുന്ന ഈ വൻപിച്ച കടക്കെണിയില് കൂടുതൽ രൂക്ഷമാകാനായിട്ടാണോ? ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് വൈറ്റ് വാഷ് അടിച്ച് നികുതി പണം വിട്ട് പ്രചാരണം നടത്തുന്നത് കൊണ്ടോ? ഇതുപോലെ കഴിവില്ലാത്ത കുറെ മന്ത്രിമാര് വീണ്ടും വന്നിരുന്ന് ഭരണം മുടിക്കാൻ വേണ്ടിട്ടോ? അതിനാണോ നിങ്ങൾ LDF-ന് വോട്ട് ചെയ്യേണ്ടത്? UDF-ന് നിങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? കുറെ നാളായിട്ട് UDF-ന് വോട്ട് കൊടുത്തല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവിന്റെ, ഒന്നും അറിഞ്ഞൂടാത്ത ഒരു നേതാവിന്റെ കീഴിൽ യാതൊരു കാര്യവും ഇന്ത്യക്ക് വേണ്ടിയിട്ടോ കേരളത്തിന് വേണ്ടിയിട്ടോ ചെയ്യാത്ത ഒരു UDF എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോ അതിന്റെ കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുന്ന അംഗങ്ങളുള്ള ഒരു ഇതുവരെ കാൻഡിഡേറ്റിനെ പോലും തീരുമാനിക്കാൻ പറ്റാത്ത അന്തർധാരകളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇതിന് വോട്ട് കൊടുക്കണം. അതേസമയം നമ്മുടെ ഭാരതത്തിനെ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇപ്പൊ 12ാമത്തെ വർഷം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഏറ്റവും ഉന്നതിയിൽ നിർത്തിയിരിക്കുന്ന ഒരു നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഭാരതത്തിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പൊ അവിടെ ഭാരതം ഇപ്പോ ലോകരാഷ്ട്രങ്ങളിൽ 4ാമത്തെ സ്ഥാനം സാമ്പത്തിക രാഷ്ട്രമായിട്ട് നിൽക്കുന്നു. എന്ത് കാര്യത്തിനും ലോകങ്ങളുടെ നേതാക്കന്മാര് നമ്മുടെ ഭാരതത്തിനെ മാനിക്കുന്നു. ഒരു ഭാരതീയനാണ് എന്ന് പറഞ്ഞ് എവിടെ പോയാലും അതിനുള്ള ഒരു ബഹുമാനം നമുക്ക് കിട്ടുന്നു. ഈ ഒരു പദവി നരേന്ദ്രമോദിജി ഭാരതത്തിന് കൊണ്ടുവന്നെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മറ്റ് സംസ്ഥാനങ്ങൾ വികസന പുരോഗതിയുടെ പാതയിൽ മുന്നേറുമ്പോൾ കേരളം മാത്രം ഇരുട്ടി കടന്നുകൊണ്ട് ഇനി വീണ്ടും മറ്റു പാർട്ടികൾക്ക് കേരളം വോട്ട് ചെയ്യണോ? അതോ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെയും പ്രകാശത്തിലേക്ക് നയിക്കണോ? അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോ ശത്രുക്കൾക്കെതിരെയുള്ള പ്രധാന ആയുധങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഒരു ആയുധമാക്കി മാറ്റുമോ ഈ ഒരു പ്രചരണ കാലത്ത്? തീർച്ചയായിട്ടും അത് ആയുധമാക്കേണ്ട കാര്യമില്ല, അതാണ്. കാരണം അത് ശബരിമല കൊള്ള എന്ന് പറയുന്നത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു വലിയ സംഗതിയാണ്. നമ്മുടെ ഭഗവാന് പോലും അമ്പലങ്ങളിൽ പോലും ഒരു സുരക്ഷയില്ല. അതിൽ നിന്ന് പോലും സ്വർണം കട്ടെടുക്കും ഇവിടെയുള്ള ആൾക്കാർ എന്നുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചിരിക്കുന്നതാണ്. അത് ഒരു പാർട്ടിയല്ല ചെയ്തിരിക്കുന്നത് എന്നറിയാം. ഇതിന്റെ ഏറ്റവും മുഖ്യ പ്രതിയായിട്ടുള്ള ആൾക്ക് ഇരു പാർട്ടികളിലും സോണിയാഗാന്ധിയായിട്ടും മറ്റു പല MP-മാരുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന ദേവസ്വം മിനിസ്റ്ററായിട്ടും ദേവസ്വത്തിലുള്ള ആൾക്കാരായിട്ടും മന്ത്രിമാരായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇരു പാർട്ടികളിലും ബന്ധം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൊള്ള തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിട്ട് ജനം മനസ്സിലാക്കണം. അത് കൂടാതെ മറ്റു പല കാര്യങ്ങൾ ഇപ്പം ഓരോരോ MLA-മാരായിട്ട് എടുത്തു നോക്കൂ. ഇപ്പൊ തന്നെ ശ്രീ ആന്റണി രാജു ഒരു വല്ലാത്ത ഒരു കേസിലല്ലേ പെട്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും ആ കേസ് തള്ളിക്കളഞ്ഞല്ലോ. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഒരു മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്ന ഒരു അവസരമാണ്. ഇതുപോലെ മിക്കവാറും എല്ലാ MLA-യും വളരെ മോശം സ്വഭാവമുള്ള വളരെ 5000 കാമുകിമാരുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവരെ തന്നെ മന്ത്രിയായിട്ട് വാഴ്ത്തി വലിയ നിലയിൽ കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അതെല്ലാം ആയുധമായിട്ട് വരണം. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾക്ക് അത് മനസ്സിലാകണം.